നമ്മൾ എപ്പോഴും കേരളീയർക്ക് ഏറ്റവും ഇഷ്ടഭക്ഷണം അല്ലെങ്കിൽ നമ്മുടെ ശീലം എന്ന് പറയുന്നത് റൈസ് തന്നെയാണ്, അല്ലെങ്കിൽ ചോറ് തന്നെയാണ്. ചോറില്ലാതെ ചോറ് അങ്ങ് ഒഴിവാക്കിയാൽ എല്ലാ അസുഖങ്ങളും മാറും എന്നുള്ള ഒരു തോന്നലുമുണ്ട്. ചിലർക്ക് ചോറെന്ന ശീലത്തിൽ നിന്ന് മാറാനുള്ള ഒരുപാട് ബുദ്ധിമുട്ടുമുണ്ട്. ചോറുണ്ണാതെ എങ്ങനെ ജീവിക്കും, അല്ലെങ്കിൽ ചോറുണ്ടില്ലെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല, അല്ലെങ്കിൽ വയറ് നിറഞ്ഞ ഒരു പ്രതീതിയില്ല എന്നൊക്കെ രോഗികൾ പറയാറുണ്ട്. ഒരു വളരെ വിഷമത്തോടെയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഭൂപ്രകൃതി, നമ്മുടെ ആഹാരശീലങ്ങൾ ഇവയെല്ലാം പാടെ മാറ്റേണ്ട ആവശ്യമില്ല. ചോറ് എന്ന് പറയുമ്പോൾ അതൊരു അന്നജമാണ്, കപ്പ അന്നജമാണ്, ഗോതമ്പ് അന്നജമാണ്, ഏറിയും കുറഞ്ഞുമുള്ള അളവിൽ മില്ലറ്റ്സിൽ പോലും അന്നജമുണ്ട്. അപ്പോൾ അന്നജം എന്നുള്ളത് ശരീരത്തിന് ആവശ്യമാണ്. അന്നജം കഴിച്ചുകൊണ്ട് മാത്രം ഒരു ദോഷഫലം ഉണ്ടാകും, അല്ലെങ്കിൽ പ്രമേഹം ഉണ്ടാകും, അല്ലെങ്കിൽ ഭാരം കൂടും എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. നമ്മുടെ ഊർജത്തിൻ്റെ വിനിമയത്തിനെ അപേക്ഷിച്ച് കൂടുതൽ ആഹാരം ഉള്ളിൽ ചെല്ലുമ്പോൾ, അന്നജം ഉള്ളിൽ ചെല്ലുമ്പോൾ, ഫാറ്റ് ഉള്ളിൽ ചെല്ലുമ്പോഴൊക്കെയാണ് അമിതഭാരവും പ്രമേഹവും ഒക്കെ ഉണ്ടാകുന്നത്. നമ്മൾ നോക്കുമ്പോൾ ഫാറ്റ് പോലും ശരീരത്തിന് ആവശ്യമാണ്, പക്ഷേ മിതമായ തോതിൽ. അപ്പം ചോറ് എത്ര കഴിക്കാം എന്നുള്ളത് വളരെ പ്രധാനമായിട്ടുള്ള ചോദ്യമാണ്. ചോറിനെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. ഒന്ന്, തവിടുള്ള അരി. തവിടുള്ള അരി ഇനി തവിടുള്ളതാണോ, ഈ തവിട് പെയിൻറ്റഡ് ആണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് എൻ്റെ കയ്യിൽ ഉത്തരമില്ല. പക്ഷേ തവിടുള്ള അരിയാണ് വൈറ്റ് റിഫൈൻഡ് അല്ലെങ്കിൽ പോളിഷ്ഡ് റൈസിനെക്കാട്ടി നല്ലത്. അപ്പോൾ അത്തരത്തിലുള്ള തവിടുള്ള ചുമന്ന അരി കഴിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. അതിൽ മിതത്വം പാലിക്കുക. കേരളീയരെ സംബന്ധിച്ച് അരക്കപ്പ് കഴിക്കാൻ പറഞ്ഞാൽ നടന്നു പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് 1 കപ്പ് അല്ലെങ്കിൽ 1.5 കപ്പ് മാക്സിമം അത്രയും കഴിക്കുക. അതിൻ്റെ കൂടെ നല്ലതുപോലെ പ്രോട്ടീൻസ് ഉൾപ്പെടുത്തുക. അതായത് പയർവർഗ്ഗങ്ങൾ, നല്ലതുപോലെ സലാഡുകൾ, അല്ലെ മത്സ്യം, മുട്ട, അങ്ങനത്തെ പ്രോട്ടീൻ അടങ്ങുന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്തുക. ഞാൻ ഇറച്ചി വകകൾ, ബീഫും മട്ടനും റെഡ് മീറ്റ് ആയതുകൊണ്ടും അവയുടെ ദോഷഫലങ്ങൾ വേറെ ഉള്ളതുകൊണ്ടും ഞാനത് എന്നും ഉൾപ്പെടുത്താൻ പറയുന്നില്ല. പക്ഷേ അവ പോലും ഒരു പ്രോട്ടീൻ്റെ ഉറവിടം തന്നെയാണ്. ചിക്കൻ ഒരുപാട് എണ്ണയിൽ വറുത്ത് കോരാതെ അതിൻ്റെ കൂടെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ള, റൈസ് ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ അന്നജം ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ കൂടെ നാരുകളും പ്രോട്ടീനുകളും ധാരാളമായിട്ട് ഉപയോഗിക്കുക. പിന്നെ പുതിയ ചില പഠനങ്ങളിൽ അല്ലെങ്കിൽ പുതിയ ചില സൂചനകളുണ്ട്. ഈ ചോറ് നമ്മൾ പാകം ചെയ്ത് തണുപ്പിച്ച് റെഫ്രിജറേറ്റ് ചെയ്തതിന് ശേഷം ചെറുതായിട്ട് ചൂടാക്കി ഉപയോഗിക്കുകയാണെങ്കിൽ അതിലെ അന്നജത്തിൻ്റെ ഘടകം അല്ലെ അന്നജത്തിൻ്റെ അളവ് നമുക്കൊന്ന് കുറച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ അത്തരത്തിൽ ചോറ് ഉപയോഗിക്കുന്നതിനെക്കുറിച്ച്, അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ ആളുകൾ ചോദിക്കാറുണ്ട്, അപ്പോൾ പഴങ്കഞ്ഞി നല്ലതാണോ? അതിനെക്കുറിച്ച് എനിക്കൊരു വ്യക്തമായ ഉത്തരമില്ല. പക്ഷേ ചോറ് പാകം ചെയ്ത് വെച്ച് റെഫ്രിജറേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അടുത്ത ദിവസം എടുക്കുമ്പോൾ അതിൽ ശകലം അന്നജത്തിൻ്റെ അളവ് കുറഞ്ഞതായിട്ട് കണ്ടുവരുന്നുണ്ട്. പക്ഷേ അടിസ്ഥാനപരമായിട്ട് പറയുകയാണെങ്കിൽ മിതത്വം പാലിക്കുക. അതിൻ്റെ കൂടെ എപ്പോഴും പ്രോട്ടീനുകളും കൂടെ ചേർത്ത് ഉപയോഗിക്കാൻ ശ്രമിക്കുക.